തെരഞ്ഞെടുപ്പ് ഫലം അറിയും മുമ്പേ തന്നെ പാലക്കാട് എ വിജയരാഘവൻ അഭിവാദ്യം അർപ്പിച്ച് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. എടത്തനാട്ടുകര പൊൻപാറയിലാണ് ബോർഡ് സ്ഥാപിച്ചത്. പാലക്കാടിന്റെ നിയുക്ത എംപിക്ക് അഭിവാദ്യമെന്നാണ് ഫ്ലക്സ്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, വെരി ഗുഡ് മോർണിംഗ്. അമിതമായ ആത്മവിശ്വാസം ഉറപ്പിച്ചോ? അതെ. ഹാസ്മി, കൃഷ്ണ, ഇവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം തന്നെ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ ലഭിക്കും. ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ ലഭിക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ കൃത്യമായി വരാറുമുണ്ട്. CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം ആ തരത്തിലുള്ളതാണ്. അത് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഇത്തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ LDF വിജയിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള വിലയിരുത്തലാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് പിറ്റേ ദിവസം പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കണ്ടപ്പോൾ അദ്ദേഹം പങ്കുവച്ചത്. സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ പാലക്കാട് വിജയിക്കുമെന്നായിരുന്നു അവരുടെ വിലയിരുത്തൽ. എന്തായാലും ആ വിലയിരുത്തൽ അവിടെ നിൽക്കട്ടെ. ഇതിനിടയിലാണ് എടത്തനാട്ടുകര പൊൻപാറയിൽ 2 ബൂത്ത് കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചത്. ആ ഫ്ലെക്സിൽ പറയുന്നത് പാലക്കാടിന്റെ നിയുക്ത MP വിജയരാഘവന് അഭിവാദ്യങ്ങൾ എന്നാണ്. എന്നിട്ട് 2 ബൂത്തുകളുടെ നമ്പറുകളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠനുമായി MP രാജേഷ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി MP രാജേഷിന് വേണ്ടി പുറത്തിറക്കിയ ഒരു പാട്ട് വിജയിച്ച ശേഷം കേൾപ്പിക്കാനുള്ള ഒരു പാട്ട് പുറത്തിറക്കിയിരുന്നു. അതിന്റെ പേരിൽ ഒരുപാട് അപമാനിതരായതാണ് പാലക്കാട്ടെ CPM-കാർ. വീണ്ടും അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിന് വഴിയൊരുങ്ങുമോ എന്നറിയില്ല. എന്തായാലും നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണോ ഈ ഫ്ലക്സ് സ്ഥാപിച്ചത് എന്നുള്ളത് അറിയില്ല. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഫ്ലക്സ് ഇന്നലെ വൈകിട്ടോട് കൂടി ആ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടു. അത്രയധികം ആത്മവിശ്വാസത്തിലാണ് CPM പ്രവർത്തകർ ഉള്ളത്. കാരണം അവർക്ക് അടിത്തട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത്തവണ പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കുമെന്നുള്ളതായിരുന്നു. ആ തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ മികവും അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ് എന്നുള്ളതിനും അപ്പുറത്തേക്ക് പാലക്കാട്ടെ സംഘടനാ മിഷനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എ വിജയരാഘവനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇവിടെ ഒന്ന് പരാജയപ്പെട്ടാൽ അത് നേതൃത്വത്തിന്റെ ഒരു പരാജയമായി കണക്കാക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ നന്നായി പ്രവർത്തിച്ചിരുന്നു. എന്തായാലും ഫലം അറിയാൻ ഇനി ജൂൺ 4 വരെ കാത്തിരിക്കണം. അതിനു മുൻപേ പക്ഷേ വിജയം ആഘോഷിക്കുകയാണ് പാലക്കാട്ടെ CPM-കാർ. നിഖിൽ പ്രമേശാണ്. അപ്പോൾ ആ ഫ്ലക്സ് അവിടെ വീഴോ എന്നൊക്കെ അറിയാൻ 4 തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഇതിനു മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ രമ്യ ഹരിദാസ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് 2 ആഴ്ച മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും MP ഓഫീസ് തിരയുകയും ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. VK ശ്രീകണ്ഠന്റെ വിജയഗാനം അന്ന് ലീക്കായതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇലക്ഷൻ മുമ്പുള്ള അത്തരം ആത്മവിശ്വാസ പ്രകടനങ്ങൾ ആദ്യമല്ല. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അതിൽ അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം.